കുവൈറ്റിലെത്തിയ വീട്ടുജോലിക്കാരായ മലയാളികൾ ശാരീരിക പീഡനത്തെ തുടർന്ന് ഇന്ത്യൻ എംബസിയിൽ അഭയം തേടിയെത്തിയ വാർത്ത ഗൾഫ് ന്യൂസ് വീക്ക് നൽകിയിരുന്നു. വാർത്ത വന്നയുടനെ കുവൈറ്റിലെ സംഘടനകളുടെ സഹായത്താൽ ഇതിൽ കുറച്ചുപേർ നാട്ടിലെത്തുകയും ചെയ്തു. പക്ഷേ ഇനിയും മലയാളികളടക്കമുള്ള ധാരാളം പേർ അവിടെ ജയിലിൽ കഴിയുന്നതായി നാട്ടിലെത്തിയവർ ഗൾഫ് ന്യൂസ് വീക്കിനോട് പറഞ്ഞു. ഇത് കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണെന്ന് ഇവർ ഗൾഫ് ന്യൂസ് വീക്കിനോട് വെളിപ്പെടുത്തുന്നു. കുവൈറ്റിൽ വീട്ടുജോലിക്കാരായ മലയാളികൾ ശാരീരിക പീഡനത്തെ തുടർന്ന് ഇന്ത്യൻ എംബസിയിൽ അഭയം തേടിയെത്തിയ വാർത്ത ഗൾഫ് ന്യൂസ് വീക്ക് നൽകിയിരുന്നു. ഇന്ത്യൻ എംബസിയിൽ അഭയം തേടിയെത്തിയ മലയാളികളോട് എംബസി അധികൃതർ അപമര്യാദയായി പെരുമാറുകയും താമസിക്കാൻ സ്ഥലമോ ഭക്ഷണമോ ഇല്ലാതെ ബുദ്ധിമുട്ടിയ വീട്ടുവേലക്കാരായ മലയാളികളുടെ ദുരിതം ഗൾഫ് ന്യൂസ് വീക്ക് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 19 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് ഗൾഫ് ന്യൂസ് വീക്ക് വാർത്ത വന്നയുടൻ ഇന്ത്യൻ എംബസിയിൽ അഭയം തേടിയെത്തിയ മലയാളികളുടെ സംരക്ഷണം കുവൈറ്റ് കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ ഏറ്റെടുത്തു. തുടർന്ന് KMCC പ്രവർത്തകർ ഇവർക്ക് സഹായവുമായി എത്തി. അങ്ങനെ കുറച്ചുപേർ ജയിലിൽ നിന്ന് നാട്ടിലെത്തി. ഗൾഫ് നാടുകളിൽ തൊഴിലന്വേഷിച്ച് അവസാനം ചതിക്കുഴികളിൽ അകപ്പെടുന്നവർ നിരവധിയാണ്. പറഞ്ഞുറപ്പിച്ച ജോലിയായിരിക്കില്ല പലർക്കും ഇവിടെ ലഭിക്കുക. ഒപ്പം സ്പോൺസർമാരുടെ പീഡനങ്ങളും നിരവധിയാണ്. അങ്ങനെ ചതിക്കുഴിയിൽ അകപ്പെട്ട ലക്ഷക്കണക്കിന് പേരിൽ ഒരാൾ മാത്രമാണ് ആലുവ മഞ്ഞുമൽ സ്വദേശി അബ്ദുൽ സലാം. കുവൈറ്റിൽ ഹൗസ് ഡ്രൈവർ വിസയിലാണ് അബ്ദുൽ സലാം എത്തിയത്. പിന്നീട് സ്പോൺസർമാരുടെ അതികഠിനമായ പീഡനം മൂലം മറ്റൊരു സ്പോൺസറുടെ കീഴിൽ ഹൗസ് ഡ്രൈവർ ജോലിയിൽ പ്രവേശിച്ചു. പക്ഷേ അവിടെയും അവസ്ഥ അതുതന്നെയായിരുന്നു. ഗൾഫിലേക്ക് പോയത് 2008 മെയ് മാസം 28 അവിടെ ചെന്നിട്ട് നല്ലൊരു തിരക്കേടില്ലാത്ത ജോലിയിലായിരുന്നു. അപ്പോൾ പുള്ളി മാറണമെന്ന് പറഞ്ഞ് മാറി. അങ്ങനെ ഒരു ടാക്സി കമ്പനി കയറി. ടാക്സി കമ്പനിയിൽ നിന്ന് ഇത് വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞ് വന്നിട്ട് നമ്മൾക്ക് എൻ്റേതായ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഇയാൾ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു പഴയ സ്പോൺസർ. അങ്ങനെ അതിൽ നിന്ന് മാറി ഇയാളുടെ അടുത്തേക്ക് വന്ന് 300 ദിനാർ ഞാൻ ചേഞ്ച് കൊടുത്ത് വന്നിട്ട് ഈ 300 ദിനാറിൻ്റെ ശമ്പളം ഇല്ല, പിന്നെ ഇല്ലാത്ത ട്രാഫിക്കും കാര്യങ്ങളും പറഞ്ഞ് എൻ്റെ നിന്ന് പൈസ മേടിച്ച് എന്നെ ബുദ്ധിമുട്ടിച്ച് എന്നെ തല്ലി. ഓരോരുത്തർ ഹൗസ് ഡ്രൈവറായിട്ട് വന്ന് പുറത്ത് വിസ അടിച്ച് ചെയ്യുന്നവരുണ്ട്. അത് എന്നിട്ട് സ്പോൺസർക്ക് പൈസ കൊടുക്കാതെ വരുമ്പോൾ സ്പോൺസർ കംപ്ലയിൻറ്റ് ചെയ്യൽ, അങ്ങനെ ചാടിപ്പോയി മറ്റേതാണെന്നും പറഞ്ഞുകൊണ്ടൊക്കെ പിടിച്ചിട്ട് കയറ്റിയിടുന്നുണ്ട്. ഇതായിട്ട് എംബസി ചെന്ന് കഴിഞ്ഞാൽ എംബസി പറയുന്നത് ഇത് അടിമ വിസയാണ്, നിങ്ങൾ പണിയെടുക്കാവുന്ന പണിയെടുക്കണം, പിന്നെ നിങ്ങൾ പുറത്തിയാടി പണിയെടുത്തോ പോലീസ് പിടിക്കുമ്പോൾ കയറിപ്പോവാം എന്നുള്ള അഡ്വൈസാണ് എംബസിയിൽ നിന്ന് കിട്ടുന്നത്. എംബസി അതിൻ്റേതായ റെസ്പോൺസ് എടുക്കുന്നില്ല. പീഡനം സഹിക്കാനാവാതെ ഇന്ത്യൻ എംബസിയിലെത്തിയ അബ്ദുൽ സലാം അവിടെ ഇന്ത്യൻ എംബസിയുടെ ക്രൂരതകൾക്കും ഇരയായി. ഇത് ഗൾഫ് ന്യൂസ് വീക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് 19 എപ്പിസോഡിൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കുവൈറ്റിലെ മലയാളി സംഘടനയായ KMCC ഇടപെട്ട് അബ്ദുൽ സലാമിനെയും മറ്റ് കുറച്ചുപേരെയും നാട്ടിലെത്തിച്ചു. നാട്ടിലെത്തിയ അദ്ദേഹം ഗൾഫ് ന്യൂസ് വീക്കിനെ സമീപിക്കുകയായിരുന്നു. ഒരു ഇന്ത്യൻ പൗരൻ ഒരു കാരണവുമില്ലാതെ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ അനാസ്ഥയിൽ നിസ്സഹായനായി ജയിലിൽ കിടക്കേണ്ടി വന്ന അവസ്ഥ അദ്ദേഹം ന്യൂസ് വീക്കിനോട് പറഞ്ഞു. അതായത് 2 ജയിലുണ്ട് അവിടെ. ആദ്യം പിടിച്ചിട്ട് കൊണ്ടുപോയിടുന്നത് ഹവല്ലി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ജയിലിലാണ്. അവിടെയുണ്ട് കുറേ പേര് ഇതേമാതിരി വന്ന് കിടക്കുന്നവർ 6 മാസം 1.5 കൊല്ലം 2 കൊല്ലമൊക്കെ എത്തി. ഇന്ത്യൻ എംബസി ഒന്നും വന്ന് അന്വേഷിക്കലോ പിടിക്കലോ ഒന്നുമില്ല. നമ്മുടെ ഒന്നുമല്ലാത്ത ബംഗ്ലാദേശ് എംബസിക്കാർ വന്നിട്ട് ആഴ്ചയിൽ വന്നിട്ട് അവിടെ അന്വേഷിക്കുന്നുണ്ട്, അവരെ കയറ്റിവിടാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ്റെ ഇത്രയും പോപ്പുലേഷനുള്ള ഇന്ത്യൻ എംബസിയുടെ ആളുകൾ ഇതുവരെ വന്നിട്ടില്ല, അന്വേഷിക്കണില്ല. അഥവാ അവർ വന്നു കഴിഞ്ഞാൽ ഒന്ന് പൊടിയിടണമെന്ന വിധത്തിൽ സഫർ ജയിൽ അബ്ബാസിയയിലുണ്ട്, അവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കണ്ട് താഴത്ത് ഈ കിടക്കുന്ന ആളുകളൊന്ന് കാണാനോ പിടിക്കാനോ ഒന്നും അവർ നിൽക്കില്ല. അവർ വന്നിട്ട് അവിടെ ഉള്ള മുതിർമാരെ കണ്ട് സംസാരിച്ചിട്ട് പോകും. ആളുകളോട് എംബസി ഉദ്യോഗസ്ഥരുടെ പക്ഷപാതവും മലയാളികളോടും മറ്റ് അന്യസംസ്ഥാനക്കാരോടുമുള്ള വേർതിരിവും ഒരു ഇന്ത്യൻ പൗരന് ലഭിക്കേണ്ട യാതൊരു പരിഗണനയും തനിക്ക് ലഭിച്ചില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അവിടെ പക്ഷാഭേദമുണ്ട്. ആന്ധ്ര മലയാളി എന്നുള്ളൊരു പക്ഷാഭേദം കൂടി ഉണ്ട്. ലേബർ സെക്ഷനിലിരിക്കുന്ന ഒരു ആന്ധ്രയാണ് സീനിയർ ഓഫീസർ. അയാൾ മലയാളി വന്നിട്ടുണ്ടെങ്കിൽ ഒരു അവജ്ഞയാണ്, ആന്ധ്രക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ആന്ധ്രക്കുള്ള സീനിയോറിറ്റിയാണ് കൊടുക്കുന്നത്. ഒന്നും അറിയില്ല അതിനെക്കുറിച്ച്. എന്താണ് നമുക്കൊരു നമ്മുടെ ഭാഗത്തു നിന്ന് എന്താണ് ഇതിൻ്റെ കേസ് എന്ന് ചോദിക്കാൻ ഉള്ളൊരു ഇന്ത്യൻ എംബസിയാണ്. അവർ വരുന്നില്ല, അന്വേഷിക്കുന്നില്ല, പിന്നെ ആരോട് എന്ത് പറയും? അത് കുവൈത്തിൽ മാത്രമല്ല GCCയിലുള്ള എല്ലാ എംബസിയിലും അത് തന്നെയാണ് അബദ്ധം.
അവർ വിസ അടിച്ച് അവിടെ വരുന്നത് വരെ നമുക്ക് ലൈസൻസും നമ്മുടെ പേരിലുള്ള പത്താക്ക അടിക്കുന്നത് വരെ അവർ ഭയങ്കര സോഫ്റ്റായിരിക്കും, ഭയങ്കര നമ്മളോട് അത്രയും സ്നേഹമില്ലാത്തവരുള്ളവർ ഇവിടെ ഉണ്ടെന്ന് അറിയില്ല. ഇത് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നതാണ് എന്തും. അവർ പറഞ്ഞത് അനുസരിച്ച്, അതായത് ചെയ്യുന്ന ജോലി കറക്റ്റായിട്ട് ചെയ്താലും അവർക്കത് പോരായ്മ തോന്നും. ശമ്പളം ചോദിക്കാൻ പാടില്ല, സാപ്പാടിനെ കുറിച്ച് പറയാൻ പാടില്ല, ലീവ് ചോദിക്കാൻ പാടില്ല. അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തല്ലും കുത്തുമൊക്കെയാണ്. അതാണ് അവരുടെ ഇത്. അപ്പോൾ എംബസിയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടിമ വിസയാണ് എന്നാണ് എംബസി പറയുന്നത്. ദിവസം 3 ദിനാറ് എന്നുള്ള ഇതിൽ എംബസി വാടകയ്ക്ക് എടുത്തിട്ട് ഹവല്ലിയിൽ ഒരു സ്ഥലത്ത് താമസിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണം മിനിഞ്ഞാന്ന് 4-ാമത്തെ അതൊക്കെ ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുബൂസ്, മക്രോണി, ഇതാണ് അവിടെ കിട്ടുന്ന ഭക്ഷണം. ചില ദിവസങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടുത്തെ ഇത് പറഞ്ഞ മജ്ബൂസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ തലേന്നത്തെ അതിൻ്റെ 2 ദിവസം മുമ്പുള്ള കുബൂസൊക്കെയാണ് ഞങ്ങളവിടെ കഴിച്ചുകൊണ്ടിരുന്നത്. ഇനിയും മലയാളികളടക്കം നിരവധി പേർ കുവൈറ്റിൽ ജയിലിൽ കഴിയുന്നുണ്ട്. ഇവരെല്ലാം ഇതുപോലെ നിരപരാധികളായി ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരാണ്. ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവർ തന്നെ ഫോൺ ചെയ്യാറുള്ളതായി അബ്ദുൽ സലാം പറഞ്ഞു. ഇപ്പം എന്നെ വിളിച്ചിട്ട് കുറേ ആയി, കാരണം ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. സുബേറുണ്ട്, പിന്നെ വേറെ ഞാൻ വരുന്ന സമയത്തുള്ളതിൽ 3 പേരുണ്ട്. അതിൽ 2 പേരുടെ പേരറിഞ്ഞൂടാ. പിന്നെ ഒരു തമിഴ്നാട്ടുകാരനുണ്ട്, പിന്നെ ഒരു മലപ്പുറത്തുകാരൻ വേറെ ഉണ്ട്. അങ്ങനെ ഞാൻ വരുമ്പോൾ ഉള്ളതാണ്. അതിന് ശേഷം ആളുകൾ വന്നിട്ടുണ്ടെന്നാണ് എല്ലാവരും വന്നവർ പറഞ്ഞത്. ഞാൻ വന്നതിന് ശേഷം വന്നവരുണ്ട് കുറേ പേര്. താൻ അനുഭവിച്ച മാനസിക പീഡനം അതിപ്പോഴും നിരപരാധികളായ കുറേ പേർ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കണം എന്ന ആഗ്രഹത്തോടെയാണ് അദ്ദേഹം ന്യൂസ് വീക്കിനെ സമീപിച്ചത്. എനിക്ക് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരെ ഇതിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല. പൊളിറ്റീഷ്യൻ ആണെങ്കിലും എന്താണെങ്കിലും അതിൽ നിർത്തിയിട്ട്, ഇപ്പോൾ എന്തിനും എവിടെയും വിഷ്വലാണുള്ളത്. അതിൻ്റെ വല്ല ഞാൻ ഈ വിഷ്വൽ വഴി തന്നെ ഞാൻ നോക്കിയിട്ടുള്ളൂ, മറ്റുള്ളവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അത്രേ എനിക്കറിയാവുള്ളൂ. അല്ലാതെ മറ്റുള്ള ബേസിലായിട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല. അവർ പറയാൻ നോക്കാം, അന്വേഷിക്കാമെന്ന് പറയുന്നതല്ലാതെ ഒന്നും ഉണ്ടാവില്ല. ഒപ്പം കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ നിരുത്തരവാദിത്വപരമായ പെരുമാറ്റം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ. എംബസിയോ ഉദ്യോഗസ്ഥരോ നൽകുന്ന ഔദാര്യമല്ല, മറിച്ച് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ തങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശമാണ് ഇത്. അത് തങ്ങൾക്ക് ലഭിച്ചേ തീരൂ എന്നാണ് അബ്ദുൽ സലാം ആവശ്യപ്പെടുന്നത്. എംബസി പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു കംപ്ലൈൻറ്റ് തന്നു കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റ് ഞങ്ങൾ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിച്ച് ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേണം ഇത് അറിയിക്കാനും പിടിക്കാനും എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ലീഗലാണെന്നുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് ഹോം ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിട്ട് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് വഴി അവർ താമസിക്കുന്ന ഈ സ്പോൺസർ ഏരിയയിലുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിക്കാത്തത് എന്താ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പോൺസറെങ്കിലും അവിടെ വരുത്തിക്കണ്ടേ? ഇത്രയും വലിയ സാക്ഷരതയുള്ള ഇന്ത്യയിൽ മസ്രികളാണ് അവിടെ അഡ്വക്കേറ്റായിട്ട് വെച്ചിരിക്കുന്നത്. മസ്രികൾ അവർ പറയണത് അവരെന്ത് പറയണം അവർ കേട്ടിട്ട് അവർ വെക്കും. നമുക്ക് ഇന്ത്യക്കാരുടെ ഭാഗത്തൊന്നുമില്ല. ഞങ്ങൾക്ക് അവരുടെ ആരുടെ അവതാരമല്ല വേണ്ടത്. അവർ ചെയ്യേണ്ട ജോലി ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ സഹായിക്കുക, അതാണ് അവർ ചെയ്യേണ്ടത്. അത് മാത്രം ചെയ്താൽ മതി. തീർച്ചയായും അത് ഓരോ വ്യക്തിയും അർഹിക്കുന്നത് തന്നെയാണ്. ഭാര്യയും 2 മക്കളുമുള്ള അദ്ദേഹം മരുഭൂമിയിൽ വിയർത്തുണ്ടാക്കിയതെല്ലാം ജയിലിൽ അകപ്പെട്ടതിനെ തുടർന്നും യാത്രാ ചിലവുകൾക്കുമായി ചിലവഴിച്ചു. 18-ാം തീയതി വിസ ക്യാൻസൽ ചെയ്യുമ്പോൾ ആ വിസ തീർന്നിട്ട് 1 മാസത്തെ കാലാവധി ഉണ്ട് നമുക്ക്. അതിനുള്ളിൽ കയറിയാൽ മതി. എന്താണെങ്കിലും വിസ ക്യാൻസൽ ചെയ്യണത് സ്പോൺസർ ഉത്തരവാദിത്വം ഇല്ലാതെ ചെയ്യൂലല്ലോ. 18-ാം തീയതിയാണ് ഇത് ക്യാൻസൽ ചെയ്തേക്കണത്. ഈ 18-ാം തീയതി ക്യാൻസൽ ചെയ്യുമ്പോൾ എന്തായാലും അതുവരെ കംപ്ലയിൻറ്റ് ചെയ്യാത്ത ആളാണ് ഞാൻ. ഓഗസ്റ്റിലാണ് ഈ കംപ്ലയിൻറ്റ് തന്നേക്കണത് എംബസിയിൽ. ഈ ഓഗസ്റ്റ് മാസം തുടങ്ങി കംപ്ലയിൻറ്റ് ചെയ്യാത്ത സ്പോൺസർ 12-ാം മാസം കൊണ്ടേ കംപ്ലയിൻറ്റ് ചെയ്തെന്താ? അത് അന്വേഷിക്കേണ്ടത് എംബസിയാണ്. ധരിപ്പിച്ചിട്ട് ആരറിയണം, ആര് നോക്കണം? എനിക്ക് 3 ടിക്കറ്റ് എനിക്ക് ലോസാണ്. എയർ അറേബ്യയുടെ ടിക്കറ്റ് ഒരെണ്ണം, പിന്നെ ഇത് ഖത്തറിൻ്റെ ഒരെണ്ണം, പിന്നെ എയർ ഇന്ത്യയുടെ ഒരെണ്ണം. എയർ ഇന്ത്യയുടെ കഴിഞ്ഞ ഏപ്രിൽ ഞാൻ ഒരെണ്ണം എടുത്തതാണ്. അന്ന് എനിക്ക് സ്പോൺസർ പാസ്പോർട്ട് തരാതെ ലീവിന് പോകാമെന്ന് പറഞ്ഞ പാസ്പോർട്ടിൻ്റെ കോപ്പി സ്പോൺസറുടെ സമ്മതത്തോടുകൂടി തന്നിട്ടാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് എന്നെ വിട്ടില്ല. ആ സമയത്ത് ഇയാൾ മസറിൽ പോയി. എൻ്റെ പാസ്പോർട്ടും കൊണ്ട് പുള്ളി പോയിട്ട് എനിക്ക് പോരാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് 97 ദിനാർ എനിക്ക് ലോസാണ്. അതുകൂടാതെ എയർ അറേബ്യയുടെ 115 ദിനാർ എനിക്ക് ലോസാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഖത്തറിൻ്റെ റീഫണ്ടിങ് എനിക്ക് കിട്ടിയില്ല. ഇപ്പോഴും വാടക വീട്ടിൽ താമസിക്കുന്ന അബ്ദുൽ സലാം
2 കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വീട്ടുചെലവിനുമായി നാട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്. ഒപ്പം ഗൾഫ് ന്യൂസ് വീക്കിനോട് സ്വകാര്യമായ ഒരു കാര്യം, അറബികൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ താൻ കാർക്കിച്ചു തുപ്പാറുണ്ടത്രേ. മറ്റൊന്നുമല്ല, താൻ അനുഭവിച്ച വേദന, പീഡനം, അതോർത്തു മാത്രം. അതിഥി ദേവോ ഭവ എന്നാണല്ലോ, അത് നമുക്ക് ഇന്ത്യക്കാർക്ക് മാത്രമേയുള്ളൂ എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ.